കേരളത്തിലെ പ്രബുദ്ധരായ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ചോറും കഞ്ഞി തിന്നിട്ട് ജീവിക്കുന്ന ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളാരും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യരുത്. ഇമ്മാരി തെണ്ടിത്തരം കാണിച്ച് ഓരോ പരിപാടികൾ ഒപ്പിച്ചിട്ട് ആളുകളെ പിടിച്ചകത്താക്കിയിട്ട് ഇവർ ജയിച്ചു വരുന്നതാണോ ഇവർ കരുതുന്നത്? ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരൊറ്റവന്മാരെയും നിങ്ങളാരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത്. കാരണം അത് നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദോഷമാണ്. ഒരു നിരപരാധിയായ ഒരു വ്യക്തിനെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അവിടുന്ന് തുടച്ചു നീക്കാമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ആളുകളുടെ ഇടയിലേക്ക് കള്ളപ്രചാരണങ്ങൾ അഴിച്ചു വിട്ടിട്ട് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന തക്കതായ ശിക്ഷ എങ്ങനെയെന്നറിയോ? തെരഞ്ഞെടുപ്പിലൂടെ. ഈ തെരഞ്ഞെടുപ്പ് അതിന് പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ്. നിങ്ങളാരും ഇത് മോശമായിട്ട് വിനിയോഗിക്കരുത്. ഇതിനുള്ള പ്രതിഷേധമായിരിക്കണം സ്വർണ്ണക്കടത്തും സ്വർണം കക്കലും അതുകൂടാതെ മറ്റുള്ള അഴിമതികളും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് ഒരു പാവം ചങ്ങാതിനെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല, അത് വേറെ വിഷയം. അത് കണ്ടെത്തേണ്ടത് കോടതിയും മറ്റുള്ള കാര്യങ്ങളുമാണ്, അല്ലാതെ ഈ മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ല. അത് കോടതിയിൽ നടക്കുന്ന കേസാണ്. ഇവരിത് മുൻനിർത്തി കാണിച്ചിട്ട് ഇവരുടെ പോരായ്മകളെ മറച്ചു പിടിച്ചിട്ട് വോട്ട് പിടിച്ചിട്ട് ഇവർ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ നല്ല ആളുകളുണ്ട്, മനസ്സിലാക്കാൻ കഴിയാത്തവരെ കാര്യമല്ല സമീർ പറയുന്നത്. ഈ 11-ാം തീയതി നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. ശരിക്കും വിനിയോഗിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ. താങ്ക് യു.